Dear students, today we are going to discuss treatment of some special items in fund flow statement. ചില ഐറ്റംസ് നമ്മൾ എങ്ങനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ എൻ്റെ പ്രോസസ്സും അതിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ ഇനി ചില ഐറ്റംസ് നമ്മൾ എങ്ങനെയാണ് ഇതിൽ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് പ്രൊവിഷൻ അഗെയിൻസ്റ്റ് കറണ്ട് അസറ്റ്സ്. ചില സമയത്ത് നമ്മൾ എന്താണ് കറണ്ട് അസറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ബാഡ് ഡെപ്റ്റ് ആയി പോകുമെന്ന് പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രൊവിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, പ്രൊവിഷൻ അഗെയിൻസ്റ്റ് സ്റ്റോക്ക് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊവിഷൻ അഗെയിൻസ്റ്റ് കറണ്ട് അസറ്റ്സ് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് 3 രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ എല്ലാ മെത്തേഡും നമ്മൾ പഠിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിന് നമ്മളത് എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഒന്നിലധികം രീതിയിൽ നമുക്ക് ഈ ഒരു പ്രൊവിഷൻ അഗെയിൻസ്റ്റ് കറണ്ട് അസറ്റിനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾ ആകെ ഒരു മെത്തേഡ് മാത്രം നമുക്ക് തൽക്കാലം ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊവിഷൻ അഗെയിൻസ്റ്റ് കറണ്ട് അസറ്റ്സ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അല്ലെങ്കിൽ പ്രൊവിഷൻ അഗെയിൻസ്റ്റ് കറണ്ട് അസറ്റ്സ് അങ്ങനെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് പറയുന്നത്, ട്രീറ്റഡ് ആസ് കറണ്ട് ലയബിലിറ്റി ആൻഡ് ഷോൺ ഓൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. സിമ്പിളാണ്. എന്താണ് ഇത്, കറണ്ട് ലയബിലിറ്റി ആണ്. നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കാണിക്കും. അതായത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റോ അല്ലെങ്കിൽ പ്രൊവിഷൻ അഗെയിൻസ്റ്റ് സ്റ്റോക്കോ അങ്ങനെ കറണ്ട് അസറ്റ്സിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊവിഷൻസ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് എങ്കിൽ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് കറണ്ട് ലയബിലിറ്റി ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഷോൺ ഓൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. എന്താണ് പ്രൊവിഷൻ അഗെയിൻസ്റ്റ് കറണ്ട് അസറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, പ്രൊവിഷൻ അഗെയിൻസ്റ്റ് സ്റ്റോക്ക് ഒക്കെയാണ് ക്വസ്റ്റിൽ തന്നിട്ടുള്ളതെങ്കിൽ ദീസ് പ്രൊവിഷൻ ഷുഡ് ബി ട്രീറ്റഡ് ആസ് കറണ്ട് ലയബിലിറ്റി ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഷോൺ ഓൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് ലയബിലിറ്റിൻ്റെ കൂടെ നമ്മൾ കാണിക്കും. അപ്പോൾ അത്രയും ആലോചിച്ച് വയ്ക്കുക. ഇതിനടുത്ത് പറയാൻ പോകുന്നത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആണ്. എന്താണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ? ടാക്സ് കൊടുക്കാൻ വേണ്ടി പ്രോഫിറ്റിൽ നിന്നൊരു ഭാഗം നമ്മൾ മാറ്റി വയ്ക്കുന്നു, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കറിയാം ഓരോ ഫിനാൻഷ്യൽ ഇയറിലും നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ടാക്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഹൗ വിൽ യു ട്രീറ്റ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ദർ ആർ മെയിൻലി two methods of treating provision for taxation. First one is as a current liability and second one is as a non-current item. Current liability ആയിട്ടും ട്രീറ്റ് ചെയ്യും, നോൺ കറണ്ട് ഐറ്റം ആയിട്ടും ട്രീറ്റ് ചെയ്യും. അപ്പോൾ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ലയബിലിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ലയബിലിറ്റി നമ്മൾ എവിടെ കാണിക്കാറ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും, കറണ്ട് ലയബിലിറ്റി ആയിട്ട് എന്ത് കാണിക്കും, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ കാണിക്കും. ഇഫ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് കറണ്ട് ലയബിലിറ്റി, നമ്മൾ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ എന്ത് കാണിക്കും, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കും. ഓക്കെ, ദെൻ വേറെ രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം, അതാണ് നോൺ കറണ്ട് ഐറ്റം ആയിട്ടും ട്രീറ്റ് ചെയ്യാം. അതായത് നമ്മൾ ക്വസ്റ്റ്യനിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ തരികയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ആദ്യം പറഞ്ഞിട്ടുള്ള കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നോൺ കറണ്ട് ഐറ്റം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് നോൺ കറണ്ട് ഐറ്റം, നോൺ കറണ്ട് ഐറ്റം ആയിട്ടാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് നെസസറി ടു ഓപ്പൺ എ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് ടു ഫൈൻഡ് ഔട്ട് ഹിഡൻ ഇൻഫർമേഷൻ. അതിലെന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒളിഞ്ഞ് കിടക്കുന്നുണ്ടോ. അതിൽ 2 വർഷത്തെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ തരും, അത് ഇൻക്രീസും ഡിക്രീസും ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ എന്തുകൊണ്ട് ഇൻക്രീസ് ഉണ്ടായി, എന്തുകൊണ്ട് ഡിക്രീസ് ഉണ്ടായെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിലെന്തെങ്കിലും ഹിഡൻ ഇൻഫർമേഷൻസ് ഒളിഞ്ഞ് കിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്തില്ലേ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ദെൻ നമ്മൾ ആ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹിഡൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ആയിരിക്കും, അല്ലെങ്കിൽ ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ആയിരിക്കും. ഒന്നല്ലെങ്കിൽ പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ആയിരിക്കും, അല്ലെങ്കിൽ ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ആയിരിക്കും. അതായത് നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, ഹിഡൻ ഇൻഫർമേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ ഹിഡൻ ഇൻഫർമേഷൻ ഒന്നല്ലെങ്കിൽ എന്തായിരിക്കും, പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ആയിരിക്കും, അല്ലെങ്കിൽ ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ആയിരിക്കും. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ആസ് എ നോൺ കറണ്ട് ഐറ്റം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. എന്തിനാണ്? ഹിഡൻ ഇൻഫർമേഷൻസ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ഹിഡൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ആവും, അല്ലെങ്കിൽ ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ആയിരിക്കും. ഈ വർഷം കൊടുത്തിട്ടുള്ള ടാക്സ് അല്ലെങ്കിൽ നമ്മൾ ഈ വർഷം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻ, ഇതിലേതെങ്കിലും ഒരു ഐറ്റം ആയിരിക്കും ഹിഡൻ ഇൻഫർമേഷൻസ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളുടെ ആ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നത് എങ്കിൽ എന്തായിരിക്കും? പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ആയിരിക്കും. ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നത് എങ്കിൽ എന്തായിരിക്കും? പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ആയിരിക്കും. ഡെബിറ്റ് സൈഡാണ് ബാലൻസ് വരുന്നത് എങ്കിൽ എന്തായിരിക്കും? ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഹിഡൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ആവാം, അതല്ലെങ്കിൽ ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ആവാം. ഡെബിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വരുന്നത് എങ്കിൽ അതെന്താണ്? ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയറും. ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വരുന്നത് എങ്കിൽ എന്താണ്? പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയറുമായിരിക്കും. ദെൻ പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ആണ് എങ്കിൽ പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ നമ്മൾ എന്ത് ചെയ്യണം? ആഡഡ് ടു കറണ്ട് പ്രോഫിറ്റ്. പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ നമ്മൾ എന്ത് ചെയ്യണം? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നതിലേക്ക് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രോഫിറ്റിനോട് ആഡ് ചെയ്ത് കാണിക്കണം, അതല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അതായത് പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ നമ്മൾ എവിടെ കാണിക്കുക? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റിനോട് ആഡ് ചെയ്ത് കാണിക്കും. സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിലാണെങ്കിൽ, അക്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കും പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഓർമ്മ ഉണ്ടോ? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നമ്മൾ എവിടെ പ്രിപ്പയർ കാണിക്കുക? ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ നമ്മൾ പ്രോഫിറ്റിനോട് ആഡ് ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് കാണിക്കും. ദെൻ ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ആണ് എവിടെ കാണിക്കും? ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ഷുഡ് ബി ടേക്കൺ ഇൻ ദ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആസ് അപ്ലിക്കേഷൻ. ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ, ക്യാഷ് ആയിട്ട് ടാക്സ് കൊടുത്തു, അങ്ങനെ പറഞ്ഞത് എന്താണ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷനിലാണ് എന്ത് കാണിക്കുക? ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ കാണിക്കുക. ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ നോൺ കറണ്ട് ഐറ്റം ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊവിഷൻ ഫോർ ടാക്സേഷനെ ട്രീറ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അവിടെ എന്ത് ചെയ്യണം? ഒരു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ആ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഹിഡൻ ആയിട്ടുള്ള, ഒളിഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ട്, ഹിഡൻ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദീസ് ഹിഡൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ആവാം, അല്ലെങ്കിൽ ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ആവാം. അതായത് ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് ബാലൻസ് കിട്ടുന്നത് എങ്കിൽ ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയറും, ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് ഫിഗർ വരുന്നത് എങ്കിൽ പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയറും ആയിരിക്കും. പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയറിന് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ പ്രോഫിറ്റിനോട് ആഡ് ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ദെൻ ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ആണ് എങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ ആപ്ലിക്കേഷൻ്റെ സൈഡിൽ ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ആയിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ആസ് എ നോൺ കറണ്ട് ഐറ്റം ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ നമ്മളുടെ ക്വസ്റ്റ്യനിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷന് പകരം ടാക്സ് പേയബിൾ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതിനെ നിർബന്ധമായിട്ട് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷന് പകരം ടാക്സ് പേയബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ എന്താണ്? അത് കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ചിലപ്പോൾ ടാക്സ് പേയബിൾ എന്ന് തരും. ടാക്സ് പേയബിൾ എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നതെങ്കിൽ അതിന് നമുക്ക് എന്താണ്? നോൺ കറണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണ്? ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം ഒന്നും കൂടെ പറയാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ നോട്ട്സിലേക്ക് ഈ ഒരു നോട്ട്സൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് ഷോർട്ടായിട്ടൊക്കെ നമുക്ക് ഓർത്ത് വെക്കുക, എളുപ്പത്തിന് നിങ്ങൾ എവിടെയെങ്കിലും മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ ഡിസ്കസ് ചെയ്യാമെന്നൊക്കെ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പ്രൊവിഷൻ അഗെയിൻസ്റ്റ് കറണ്ട് അസറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇഫ് ഇറ്റ് ഈസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ് ഓർ പ്രൊവിഷൻ അഗെയിൻസ്റ്റ് സ്റ്റോക്ക്, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് കറണ്ട് ലയബിലിറ്റി ആൻഡ് ഷോൺ ഓൺ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. Then if provision for taxation given in the question, it can be treated as two ways. First, it is treated as current liability, and second as non-current item. If it is treated as current liability, it should be taken in schedules of changes in working capital as current liability. If it is treated as non-current item, then we have to prepare a provision for taxation account to find out hidden informations. These hidden information may be provision made during the year or tax paid during the year. If the account have a balancing figure on the debit side, it is tax paid during the year. Suppose the account have a balancing figure on credit side, it is provision made during the year. The provision made during the year should be taken
while computing the fund from operation, as it is added to profit or debited to profit and loss adjustment account. Then if we have tax paid during the year, these should be shown on fund flow statement as application of fund. Then if in the question tax payable is stated instead of provision for taxation, then these must be treated as only a current liability. ടാക്സ് പേയബിൾ എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നതെങ്കിൽ നമുക്ക് കറണ്ട് ലയബിലിറ്റി ആയിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ട്രീറ്റ് ചെയ്യുന്നൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ട്രീറ്റ് ചെയ്യാന്നുള്ള രീതിയിലൊരു ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ചെറിയൊരു ക്വസ്റ്റ്യനാണ്, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഓപ്പണിംഗ് ബാലൻസ് ഇൻ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് ഓൺ 1/1/2021 ഈസ് 50,000 ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓൺ 31st December 2021 ഈസ് 60,000. Tax paid during the year amounted to ₹43,000. How will you deal with these items in the fund flow statement? The provision for taxation account തന്നിട്ടുണ്ട്, ബാലൻസ് ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയറും തന്നിട്ടുണ്ട്. നമ്മളിത് എങ്ങനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ട്രീറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമ്മളിതിനെ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മളെന്താ പറഞ്ഞത്? കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ അല്ലേ, ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കും. ഓക്കെ, കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കും. എന്താണ്? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഓക്കെ, ഓപ്പണിംഗ് എത്രയാണ്? 50,000. ക്ലോസിംഗ് എത്രയാണ്? 60,000. അപ്പോൾ എന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ എന്താണ്? കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുകയാണ്. എത്രയാണ്? 10,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യും? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കും. അപ്പോൾ ഇത്രയും കാണിച്ച് നമ്മൾ എന്ത് ചെയ്തു? കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. സിമ്പിളാണ്. എന്ത് ചെയ്താൽ ഈ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്തു നമ്മൾ എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ കാണിച്ചു. ദെൻ രണ്ടാമത്തെ മെത്തേഡ് നമ്മളെന്താ പറഞ്ഞത്? നോൺ കറണ്ട് ഐറ്റം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മളെന്താ പറഞ്ഞത്? വി ഹാവ് ടു പ്രിപ്പയർ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ഹിഡൻ ഇൻഫർമേഷൻ സച്ച് ആസ് ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ഓർ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഓക്കെ, വി ഓൾറെഡി മെൻഷൻ ദാറ്റ്. ഓക്കെ, നമുക്ക് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, പ്രൊവിഷൻ ഫോർ taxation account. Okay, provision for taxation. Okay, provision for taxation എന്ന് പറയുന്നത് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന ഒരു ഐറ്റമാണ്. റിസർവ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെവിടെ ഓപ്പണിംഗ് ബാലൻസ് വേണ്ടി വരിക? ക്രെഡിറ്റ് സൈഡിൽ. ഓക്കെ, ബാലൻസ് ബ്ലോ ഡൗൺ 50,000 അല്ലേ. Then balance carry down 60,000. Then question വേറെ എന്താ തന്നിട്ടുള്ളത്? ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ എമൗണ്ടഡ് ₹43,000. ടാക്സ് പെയ്ഡ് ഇപ്പോൾ ഇവിടെ അല്ലേ, ക്യാഷ് ഒരു ബ്രാക്കറ്റിൽ ടാക്സ് പെയ്ഡ് എത്രയാണ്? 43,000. ദെൻ ബാലൻസ് ചെയ്ത് നോക്കാം. നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് 1,03,000, ഇവിടെയും 1,03,000 അല്ലേ. ടാലി ആവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ഡിഫറൻസ്, ഒരു ബാലൻസ് ഫിഗർ കിട്ടുന്നുണ്ട്. എത്രയാണ്? 53,000. അതെന്താണ്? പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. എവിടെ കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ബാലൻസിംഗ് ഫിഗർ കണ്ടുപിടിക്കും. ആ ബാലൻസിംഗ് ഫിഗർ ക്രെഡിറ്റ് സൈഡാണ് വരുന്നതെങ്കിൽ ഇവിടെ ടാക്സ് പെയ്ഡ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്? ഡ്യൂറിംഗ് ദി ഇയറിലെ പ്രൊവിഷൻ കിട്ടും. ക്രെഡിറ്റ് സൈഡിൽ എത്രയാണ്? 53,000.
ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ടാക്സ് പെയ്ഡ് 43,000 നമ്മൾ എവിടെ കാണിക്കും? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അപ്ലിക്കേഷനായിട്ട് കാണിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ദെൻ പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ നമ്മൾ എന്ത് ചെയ്യും? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണുമ്പോൾ അല്ലേ എന്ത് ചെയ്യും? പ്രോഫിറ്റിനോട് ആഡ് ചെയ്ത് കാണിക്കും. ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും അല്ലേ? അങ്ങനെ നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നോൺ കറണ്ട് ഐറ്റം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അപ്ലിക്കേഷനായിട്ട് കാണിക്കും. പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ നമ്മൾ എന്ത് ചെയ്യും? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോൺ കറണ്ട് ഐറ്റം ആയിട്ടാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ. ദെൻ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യുന്ന എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രൊവിഷൻ ഫോർ ടാക്സേഷനെ നോൺ കറണ്ട് ഐറ്റമായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇനി ഹോം വർക്ക്സ് തരുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നോൺ കറണ്ട് ഐറ്റമായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ നമ്മൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്കും ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ നമ്മൾ എവിടേക്ക് എടുക്കും? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അപ്ലിക്കേഷനായിട്ട് ട്രീറ്റ് ചെയ്യും. ഈ ഒരു രീതി നമുക്ക് ഫോളോ ചെയ്താൽ മതി. ഓക്കെ. ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രോബ്ലത്തിൽ നമ്മൾ എന്താണ് കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് ഏറ്റവും കുറച്ചും കൂടി കംഫർട്ട് ആയിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രോബ്ലത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി? നോൺ കറണ്ട് ഐറ്റമായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. കറണ്ട് ഐറ്റമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, കറണ്ട് ലയബിലിറ്റി ട്രീറ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്താൽ മതി? കുറച്ചും കൂടി നമുക്ക് ഒരു ബെറ്റർ വേ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ ഒരു കറണ്ട് ഐറ്റമായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ. നോൺ കറണ്ട് ഐറ്റമായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. പക്ഷേ രണ്ട് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനാണ് രണ്ട് ട്രീറ്റ്മെൻറ്റ് നമ്മൾ പഠിപ്പിച്ചത്. ഓക്കെ. ഇനി നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താലും തെറ്റൊന്നുമില്ല. എക്സാമിന് നിങ്ങൾ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിലും അത് മിസ്റ്റേക്ക് ഒന്നുമല്ല, അതും കറക്റ്റായിട്ടുള്ള വേ തന്നെയാണ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ ടുഡേ.